عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آل كل والصحابة أجمعين. أما بعد. ആദരണീയരായ ഉസ്താദുമാർ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നസുഹായ തൗബക്കുള്ള അവസരങ്ങൾ ലഭിക്കുക എന്നതാണ് ജീവിക്കുന്ന കാലമത്രയും ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ വിജയത്തിലേക്കുള്ള ഒരു വഴി എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ, മുഅ്മിനീങ്ങളെ ചെയ്തു പോയ പാപങ്ങൾ പർവ്വതതുല്യമാണ് എങ്കിലും അല്ലാഹു തആല നമ്മോട് പറഞ്ഞത് നിങ്ങൾ എന്നോട് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് തൗബ ചെയ്യുക. നസൂഹായ തൗബക്കുള്ള അവസരം അല്ലാഹു നമ്മുടെ മുമ്പിലിട്ട് തരുമ്പോൾ വിശ്വാസികളെ അതിനുള്ള സമയം എനിക്കും നിങ്ങൾക്കും ഇല്ല എന്നതാണ് ഈ യാഥാർത്ഥ്യം. നിങ്ങൾ നോക്കൂ, ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ്? ഈ ലോകം തന്നെ പടക്കാൻ കാരണദൂതരല്ലേ അല്ലാഹുവിന്റെ റസൂൽ. എന്നിട്ട് പോലും എല്ലാ ദിവസവും ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കണമെങ്കിൽ അവിടുത്തെ ഉമ്മത്തീങ്ങളായ നമുക്കുള്ള തൗബയോടുള്ള മഹത്വത്തെ പറ്റി പറയുമ്പോ തൗബയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിന്റെ ഗൗരവത്തെ പറ്റി എനിക്കും നിങ്ങൾക്കും പറഞ്ഞു തരുമ്പോ വിശ്വാസികളെ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് ആ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൗബയുടെ മഹത്വം നമുക്ക് പറയുമ്പോ ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ ദിവസവും അധികമായി ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുന്ന ആളുകൾക്ക് അല്ലാഹു അറിയാതെ വഴിയിലൂടെ റിസ്കുകൾ നമുക്ക് വിശാലമാക്കുന്നു. നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിക്കുന്നു. നമുക്കുള്ള വിഷമങ്ങൾ അല്ലാഹു മാറ്റുന്നു. അതുകൊണ്ടാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത്, അല്ലാഹു അഫ്റഹു ബിതൗബതി അബ്ദിഹി മിൻ അഹദികും സഖത അലാ ബഈരിഹി വഖദ വല്ലഹു മിൻ അർളി ഫലാ. യജമാനനായ ഒരാൾ തന്റെ ഒട്ടകത്തെ തേടി പോകുന്നത് പോലെ മരുഭൂമിയിൽ തന്റെ ഒട്ടകത്തെ തേടി യജമാനന് പോകുമ്പോ സഞ്ചരിച്ചങ്ങ് ദൂരെ എത്തുമ്പോ യജമാനനായ ആളുകൾക്ക് തന്റെ ഒട്ടകം ലഭിച്ചാൽ തന്റെ യഥാർത്ഥമായ ഉടമക്ക് തന്റെ യജമാനനിക്ക് തന്റെ ഒട്ടകം ലഭിച്ചാൽ ഉണ്ടാകുന്ന സന്തോഷം പോലെയാണ് അല്ലാഹുവിന് അവിടുത്തെ അടിമകളായ ഞങ്ങൾ ഇങ്ങനെ തൗബ ചെയ്യുമ്പോ അല്ലാഹുവിനുണ്ടാകുന്ന സന്തോഷമെന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഞങ്ങളോട് പറയുമ്പോ വിശ്വാസികളെ ഞാൻ പറഞ്ഞു വന്നത്, ഏത് രൂപത്തിലുള്ള തൗബയാണ് മുഅ്മിനീങ്ങളായ നമ്മുടെ തൗബ? ഇബ്ലീസിന്റെ തൗബ പോലെ ആകരുതെന്നാണ് മഹാന്മാര് പറഞ്ഞത്. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൗറാത്തും തേടി ഇങ്ങനെ പോകുമ്പോ പാതി വഴിയിൽ ഇബ്ലീസിനെ കാണുന്നു. ഇബ്ലീസ് മൂസാ നബിയോട് പറയുന്നു, അല്ലയോ മൂസാ നബിയെ, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുമോ എനിക്കൊരു തൗബാക്കുള്ള ഒരു അവസരം തരുമോ? ഇത് കേട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പരമാധികാരിയായ റബ്ബിന്റെ മുന്നിൽ പോയിട്ട് ഇബ്ലീസ് തൗബാക്കുള്ള അവസരം ചോദിച്ചിട്ടുണ്ട് റബ്ബേ. അല്ലാഹു ഉടനെ പറയുന്നവനിക്ക് തൗബാക്കുള്ള അവസരമുണ്ട്, പക്ഷേ അവനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബറിൽ പോയിട്ട് ആദം നബിക്കുള്ള സുജൂദ് ചെയ്താൽ അവനിക്കുള്ള തൗബാക്കുള്ള അവസരം ഞാൻ കൊടുക്കുമെന്ന് യജമാനായ അല്ലാഹ് പറയുമ്പോ ഇത് കേട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് ഇബ്ലീസിനോട് പറയുന്നു, അല്ലാഹ് പറഞ്ഞത് ഇങ്ങനെയാണ്, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബറിന്റെ അരികിൽ പോയിട്ട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നീ സുജൂദ് ചെയ്താൽ നിനക്കുള്ള തൗബാക്കുള്ള അവസരം അല്ലാഹു ഒരുക്കി തരുമെന്ന് അല്ലാഹ് എന്നോട് പറഞ്ഞതാ. ഇത് കേട്ട താമസം തന്നെ ഇബ്ലീസ് പറയുന്നു, ഇല്ല, ജീവിതകാലത്ത് ആദം നബിക്ക് സുജൂദ് ചെയ്യാതെ ഞാൻ പിന്നെയല്ലേ മരണത്തിന് ശേഷം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തൗബ ചെയ്യുന്നത് എന്ന് അഹങ്കാരത്തിന്റെ പദമങ്ങ് വന്നപ്പോ അല്ലാഹു
പറയുന്നവനിക്ക് തൗബക്കുള്ള അവസരങ്ങളില്ല എന്ന് അല്ലാഹു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുമ്പോൾ വിശ്വാസികളെ, തൗബ എന്നത് ഒരുപാട് മഹത്വത്തിലുണ്ട്, ഒരുപാട് നിബന്ധനകൾ തൗബക്കുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പോലെ, നമുക്കറിയാം സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനെ പോലെ ഉതുലുബു മതാബം ബിന്നദാമതി മുഖ്ലിഅ വബിഅസ്മി തർക്കി ദംബി ഫീ മസ്തഖബല. ഖേദിച്ച് പേടിച്ചു കൊണ്ടുള്ള ഒരു തൗബയാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന് മഹാന്മാർ അവിടുത്തെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതുപോലെ വബിഅസ്മി തർക്കി ദംബി ഫീ മസ്തഖബല, ചെയ്തു പോയ പാപങ്ങളെ ഓർത്തിട്ട്, ചെയ്തു പോയ തെറ്റുകൾ നെഞ്ഞിലേക്ക് ഓർത്ത് ഖേദിച്ച് പേടിച്ചു കൊണ്ടുള്ള തൗബാക്ക് അല്ലാഹു തആല എത്രയും പെട്ടെന്ന് ഇജാബത്ത് തരുമെന്ന് മഹാന്മാര് കിതാബുകളിൽ രേഖപ്പെടുത്തുമ്പോൾ, ചെയ്തു പോയ പാപങ്ങളെ ഓർത്തിട്ട് അള്ളാഹുവിനോട് പാപമോചനം നടത്താൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും അവസരം തരട്ടെ എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.